നമസ്കാരം. ഒരു കാർട്ടൂൺ കാണുമ്പോൾ സമനില തെറ്റുന്ന ഭരണാധികാരിയാണോ ഇന്ത്യ ഭരിക്കുന്നത്? ആണെന്ന് വേണം വിശ്വസിക്കാൻ. അല്ലാതെ ഇത്തരം മാരണ നടപടികൾ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശന സമയത്തു തന്നെ കൈകാലുകൾ ബന്ധിച്ച് നടതള്ളപ്പെട്ട ഇന്ത്യക്കാരുടെ അനുഭവം ചേർത്തുവെച്ച് ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച തമിഴ് പ്രസിദ്ധീകരണ ശൃംഖലയായ വികടൻ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റിലേക്കുള്ള പ്രവേശനം സർക്കാർ തടഞ്ഞു. ഇന്ത്യ സർക്കാരിന്റെ ഈ നടപടിയെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും പത്രപ്രവർത്തക സംഘടനകളും അപലപിച്ചു. മുൻകൂർ അറിയിപ്പോ ഔദ്യോഗിക വിശദീകരണമോ ഇല്ലാതെ സ്വീകരിച്ച നടപടി വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വിമർശനാത്മക പത്രപ്രവർത്തനത്തെ നിശബ്ദമാക്കാനുള്ള നഗ്നമായ ശ്രമമായാണ് പലരും ഇതിനെ കാണുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു പ്രസിദ്ധീകരണ ഗ്രൂപ്പിനെയാണ് ഈ നടപടി ലക്ഷ്യമിട്ടത്. ഈ ആഴ്ച ആദ്യം ഡിജിറ്റൽ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂണിനെതിരെ തമിഴ്നാട്ടിൽ BJP പ്രതിഷേധം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വന്ന നടപടിയാണ് ഇത് എന്നാണ് വിലയിരുത്തൽ. ഫെബ്രുവരി 10 പ്രസിദ്ധീകരിച്ച കാർട്ടൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അരികിൽ ചങ്ങലയിട്ട് ഇരിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള വികടൻ മാധ്യമ ഗ്രൂപ്പിനെതിരായ നടപടി പത്രസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം ഏകപക്ഷീയമായ സെൻസർഷിപ്പ് അനുവദിക്കാനാവില്ല എന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. പ്രശസ്ത പത്രപ്രവർത്തകനും ദ ഹിന്ദു ഗ്രൂപ്പ് ഡയറക്ടറുമായ N റാമും ശക്തമായ വിമർശനം ഉന്നയിച്ചു. അവർ ചെയ്തത് തികച്ചും നിയമവിരുദ്ധവും വളരെയധികം ആശങ്കാജനകവുമാണ്. പെട്ടെന്ന് വികടന്റെ വെബ്സൈറ്റായ www.vigadan.com ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് നിരവധി വായനക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ തടസ്സത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്നും അവരുടെ ഏകപക്ഷീയമായ നടപടികൾ വികടൻ ഗ്രൂപ്പിന്റെ ഡിജിറ്റൽ പ്രസിദ്ധീകരണമായ വികടൻ പ്ലസ് പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വ്യക്തമായിരുന്നു. ഇപ്പോൾ അത് പണമടച്ചുള്ള വരിക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും മുമ്പ് ഫെബ്രുവരി 10 കാർട്ടൂൺ പ്രത്യക്ഷപ്പെട്ടത്. അമേരിക്കൻ സൈനിക വിമാനത്തിന്റെ ദീർഘദൂര യാത്രക്കിടെ കൈകാലുകൾ ബന്ധിച്ച ഇന്ത്യൻ പൗരന്മാരോട് US സർക്കാർ കാണിച്ച മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിൽ ഇന്ത്യൻ സർക്കാരും പ്രധാനമന്ത്രിയും പ്രകടമായ മൗനം പാലിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഇത്. എഡിറ്റോറിയൽ അഭിപ്രായവും ആക്ഷേപഹാസ്യവും എന്ന നിലയിൽ കാർട്ടൂൺ തികച്ചും നിയമാനുസൃതമായ പത്രപ്രവർത്തനമായിരുന്നു. വൈറ്റ് ഹൗസിൽ ട്രംപുമായി ചർച്ചകൾക്കായി ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ കൈകൾ കെട്ടിയിരിക്കുന്നതിന്റെ പ്രതീകാത്മക ചിത്രീകരണമായിരുന്നു അത് എന്ന് N റാം കാർട്ടൂണിനെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു. കാർട്ടൂൺ വായനക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടി, സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി. എന്നാൽ ഭരണകക്ഷിയായ BJPയിൽ നിന്ന് അതിനനുസരിച്ച് എതിർപ്പും ഉയർന്നു വന്നു. കാർട്ടൂണിനെതിരെ വെബ്സൈറ്റിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് BJP പ്രസിഡന്റ് അണ്ണാമലൈ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി L മുരുകനും പരാതി നൽകി. സർക്കാരിന്റെ നടപടിയുടെ നിയമസാധുതയെയും സുതാര്യതയെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് വിടുതലൈ ചിരുത്തൈകൾ കക്ഷിയുടെ പാർലമെന്റ് അംഗം D രവികുമാർ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കത്തെഴുതി. തടയൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും തടഞ്ഞാൽ ആക്സസ് പുനഃസ്ഥാപിക്കണമെന്നും രേഖാമൂലമുള്ള കാരണങ്ങളും അപ്പീൽ നൽകാനുള്ള അവസരവും നൽകാതെ ഒരു ഉള്ളടക്കവും നിയന്ത്രിക്കരുതെന്ന് അനുശാസിക്കുന്ന IT നിയമത്തിലെ സെക്ഷൻ 69A കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും രവികുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അധികാരത്തിലിരിക്കുന്നവരെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനും മടിയില്ലാത്ത, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, വ്യാപകമായി ബഹുമാനിക്കപ്പെടുന്ന ഒരു വാർത്താ മാധ്യമ ഗ്രൂപ്പിനെതിരെയുള്ള പകപോക്കലിന്റെ ദുർഗന്ധം വമിക്കുന്ന അവ്യക്തവും ഭരണഘടനാ വിരുദ്ധവുമായ ഒന്നാണ് ഈ നീക്കം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 1926 സ്ഥാപിതമായ വികടൻ ഗ്രൂപ്പിന് തമിഴ് പത്രപ്രവർത്തനത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവരുടെ ഡിജിറ്റൽ സാന്നിധ്യം പെട്ടെന്ന് വിശദീകരിക്കാനാകാത്ത വിധം തടഞ്ഞത് വർദ്ധിച്ചു വരുന്ന കേന്ദ്ര സെൻസർഷിപ്പിനെ കുറിച്ചും ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖലയിൽ വിയോജിപ്പിനുള്ള ഇടം ചുരുങ്ങുന്നതിനെ കുറിച്ചും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ആദ്യം ശിക്ഷ പിന്നീട് വിധി, ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്നും തികച്ചും ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണിതെന്നും N റാം ചൂണ്ടിക്കാട്ടി. പ്രമുഖനായ ഒരു കാർട്ടൂണിസ്റ്റിനോട് നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് കാർട്ടൂൺ വരയ്ക്കാത്തത് എന്ന് ചോദിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന രാജ്യത്താണ് ഇന്ന് ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ആ മാധ്യമ സ്ഥാപനത്തിന്റെ ചിറകരിഞ്ഞിരിക്കുന്നത്. 3 തവണ തുടർച്ചയായി പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം മോദി നെഹ്റുവിന്റെ മുന്നിൽ ഒന്നുമാവുന്നില്ല എന്നതിന് ഇതിലും നല്ല തെളിവ് ആവശ്യമില്ലല്ലോ.